ഞാൻ പൊതുപ്രവർത്തകനാണ്. ഞാൻ പൊതുസമൂഹ മധ്യത്തിൽ ജീവിക്കുന്നയാളാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് ധാരണയുടെ അടിസ്ഥാനത്തിൽ, ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമാക്കാൻ പോലീസിനും പരാതിക്കാരിക്കും ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ്. ഒരു ഓഫർ വന്നു, എൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് വന്നത്. നല്ല സ്ഥാപനമാണെന്ന് കരുതി. പക്ഷേ മാസങ്ങൾ അവിടെ ജോലി ചെയ്തു. മാസങ്ങൾ മാത്രം ജോലി ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ആ സ്ഥാപനം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 ഡിസംബർ 8 ആ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്തുകൊണ്ടുള്ള മെയിൽ ഔദ്യോഗികമായി അവർക്ക് കൈമാറി. ആ മെയിലിന്റെ കോപ്പിയാണ്. ഔദ്യോഗികമായിട്ടുള്ള മെയിൽ കൈമാറി. 2022 ഡിസംബർ 8 പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചതായിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ 2023 നിക്ഷേപം നടത്തിയതിന്റെ ചീറ്റിംഗ് കേസ് എടുത്തത് ഗൂഢാലോചനയുടെ കൃത്യമായ തെളിവാണ്. ഒന്ന്, ഈ പരാതി കൊടുത്തതായിരിക്കുന്ന വ്യക്തിയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, അവരെ അറിയില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. ഒരു കോളോ ഒരു സംസാരമോ ഫോൺ മുഖാന്തരമോ നേരിട്ടോ അല്ലാതെയോ ഒന്നും നടന്നിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഭാര്യ ഈ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണെന്നും മാനേജിംഗ് ഡയറക്ടറാണെന്നും ഡയറക്ടറാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് MD എന്ന് പറഞ്ഞിട്ടാണ്, മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടാണ്. ഒന്ന് 2021 ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഓഫർ ലെറ്റർ ലഭിച്ചു. ആ ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ്. ബ്രാഞ്ച് മാനേജർ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ബ്രാഞ്ച് മാനേജറുടെ ജോലിയോ മറ്റുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യവും ഇല്ലായിരുന്നു. ആ സ്ഥാപനത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തത്. ആ റെസിഗ്നേഷൻ ലെറ്ററിലും കൊടുത്തത് ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് പറയാം. ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ജാഗ്രതയും സാമ്പത്തിക അച്ചടക്കവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സ്വമേധയാ അവിടെ നിന്ന് രാജിവെച്ചു. ആ രാജി കത്തിൽ തന്നെ അത് കൃത്യമായി സൂചിപ്പിച്ചു.
സ്ഥാപനം എങ്ങനെയാകണം ആ തലത്തിൽ പോകാത്തത് കൊണ്ടാണ് രാജി. ആ രാജിക്ക് ശേഷം ആ സ്ഥാപനത്തിലേക്ക് പോയിട്ടില്ല. അവിടെ CCTV ഫുട്ടേജ് ഉണ്ട്. അവിടെ എന്തും പോലീസിന് പരിശോധിക്കട്ടെ, ഒരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ ഈ കേസ് പോലീസ് എടുത്തു? അതിൽ ഒരു കാര്യം പോലീസിനോട് പറയാം, കള്ള കേസെടുത്തും വ്യാജമായ പേരുകൾ എഴുതി ചേർത്തും രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനുള്ള ഭരണകൂടത്തിന്റെ ഉപകരണമായി പോലീസ് മാറിയിരിക്കുന്നു. അങ്ങനെയൊന്നും കീഴടക്കാനും കരിവാരിത്തേക്കാനും ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല എന്ന് കേരളത്തിന്റെ ഭരണകൂടത്തോടും CPM-നോടും പോലീസിനോടും പറയാൻ ആഗ്രഹിക്കുക. ധനകാര്യ സ്ഥാപനങ്ങളിൽ പലരും പ്രവർത്തിക്കും, നല്ലതാണെന്ന് കരുതും. പക്ഷേ അവിടെ വല്ലതും സംഭവിച്ചാൽ ആ സംഭവിച്ചതിന്റെ ഉത്തരവാദിത്തം അതിന്റെ യഥാർത്ഥ പ്രതികളെ തേടുന്നതിന് പകരം, കക്ഷികളെ തേടുന്നതിന് പകരം രാഷ്ട്രീയ നേതാക്കന്മാരെ കരിവാരിത്തേക്കാൻ ദുരുപയോഗം ചെയ്യുന്നത് ഹീനമായ രാഷ്ട്രീയ നടപടിയാണ്. ഒരു സംവിധാനത്തിനും ചേർന്ന നടപടിയല്ല. എൻ്റെ ഭാര്യ ആ സ്ഥാപനത്തിലെ കമ്പനീസ് ആക്ട് പ്രകാരം ഉണ്ടാക്കിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ ഒരു സിംഗിൾ ഷെയർ, ഡയറക്ടറാണെന്നാണല്ലോ പറഞ്ഞത്, ഒരു സിംഗിൾ ഷെയർ എൻ്റെ ഭാര്യയുടെ പേരിലില്ല. പിന്നെ എങ്ങനെ ഡയറക്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഒക്കെയാകും? ഒരു ഡയറക്ടർ ബോർഡിൽ പങ്കെടുത്തിട്ടില്ല, ഒരു ഷെയറിന്റെ ഹോൾഡറുമല്ല, ഒരു ചെക്കോ ഒരു ബില്ലോ അവിടെ ഒപ്പിട്ട് നൽകിയിട്ടുമില്ല, അതിന്റെ വ്യവഹാരത്തിൽ പങ്കാളിയായിട്ടില്ല. ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള രേഖയാണ്. ഈ രേഖയിൽ ഈ സ്ഥാപനത്തിന്റെ 3 ഡയറക്ടർമാരെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. 3 ഡയറക്ടർമാർ. 1 ഫിറോഷ്, 2 വസീം, 3 റാഹില ബാനു. ഇത് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഈ സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റാണ്. ഇതും ഒഫീഷ്യലായി ലഭ്യമാണ്. ഇതിലെവിടെയെങ്കിലും എൻ്റെ ഭാര്യയുടെ പേരിൽ ഷെയറോ ഡയറക്ടറോ ആയി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാനേജിംഗ് ഡയറക്ടർ എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ആ പോലീസ് ഇതൊക്കെ തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറയാം. മുണ്ട് വരിഞ്ഞെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തകനാണ്. എൻ്റെ ഭാര്യയുടെ ഗോൾഡ് ഓപ്ഷനിൽ പോയിട്ടുണ്ട് നിരവധി തവണ. ഇപ്പോഴും ഓപ്ഷൻ സ്റ്റേജിലുള്ളതുണ്ട്. എൻ്റെ വീട്ടിൽ ജപ്തി നോട്ടീസ് പതിച്ചിട്ടുണ്ട്.
അതൊക്കെയാണെങ്കിലും ഒരാളെ പറ്റിച്ചും മാസപ്പടി വാങ്ങിയും ഇതുവരെ ജീവിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ മാസപ്പടി വാങ്ങാതെയും ഒരാളെ വഞ്ചിക്കാതെയും പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ടി സിദ്ദിഖ് MLA മാധ്യമങ്ങളെ കാണുകയാണ്. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ ഭാര്യയ്ക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നത് അടക്കമുള്ള വിമർശനങ്ങളാണ് സിദ്ദിഖ് ഉന്നയിക്കുന്നത്.